നമസ്കാരം. പകരം വെക്കാനാവാത്ത ചരിത്ര വിജയമാണ് ഇക്കുറി കേരളത്തിലെ ബി.ജെ.പി. സുരേഷ് ഗോപിയിലൂടെ കൈവരിച്ചത്. ഇത് കേരള ജനത ബി.ജെ.പിക്ക് നൽകിയ സ്വീകാര്യതയായി കാണാനാകില്ല. സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് തൃശ്ശൂരിൽ കിട്ടിയ അംഗീകാരമായി കാണാനാകും. വേണമെങ്കിൽ കാസ പോലെയുള്ള സംഘടനയുടെ കൈക്കരുത്തിന്റെ അംശവുമുണ്ട് എന്നും സമ്മതിക്കാം. എന്നിരുന്നാലും ഇത്തവണ കേരളത്തിൽ ബി.ജെ.പിക്ക് അല്പം അഭിമാനത്തിന് വകയുണ്ട്. കാരണം വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ലഭിച്ച ചരിത്ര നേട്ടം തന്നെയായിരുന്നു തൃശ്ശൂരിലേത്. തങ്ങൾക്ക് കിട്ടിയ ഈ നേട്ടത്തെ അവർ നന്നായി തന്നെ ആഘോഷിക്കുന്നുമുണ്ട്. സുരേഷ് ഗോപി എന്ന വ്യക്തിയെ കേരള ജനതയ്ക്ക് കഴിഞ്ഞ കുറച്ചു വർഷത്തെ പരിചയമേ ഉള്ളൂ എങ്കിലും സുരേഷ് ഗോപി എന്ന നടനെ നമുക്ക് വർഷങ്ങളായി അറിയാം. സുരേഷ് ഗോപിയുടെ സാധാരണ രീതിയിലുള്ള സംസാരത്തിലും അല്പം അഭിനയ ശൈലിയുണ്ട്. അത് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ രീതിയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിൽ യാതൊരു തെറ്റുമില്ല താനും. കുറച്ചു കാലം മുമ്പ് വരെ തൻ്റെ അഭിനയ ജീവിതത്തിൽ നിന്ന് വിട്ടുനിന്ന ഇദ്ദേഹം ഈ അടുത്ത കാലത്താണ് വീണ്ടും അഭിനയ രംഗത്തേക്ക് തിരിച്ചെത്തിയത്. ഇപ്പോഴുള്ള അഭ്യൂഹങ്ങൾ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് അധികം വൈകാതെ തന്നെ നിയോഗിക്കപ്പെടും എന്നുള്ളതാണ്. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ സുരേഷ് ഗോപി തനിക്ക് അടുത്ത 2 വർഷത്തേക്ക് സിനിമയുണ്ട്, അത് കഴിഞ്ഞ് സ്ഥാനമാനങ്ങളോടുകൂടിയുള്ള ഉത്തരവാദിത്തങ്ങളിലേക്ക് കടക്കാം എന്നൊരു അഭ്യർത്ഥന അല്ലെങ്കിൽ ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഇത്രയും വലിയൊരു വിജയം തേടിയെത്തിയപ്പോൾ അത് എങ്ങനെയാകുമെന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. മന്ത്രിസ്ഥാനവും കൂടുതൽ ഉത്തരവാദിത്തങ്ങളും തേടിയെത്തിയാൽ സുരേഷ് ഗോപി എന്ന നടനെ ഒരുപക്ഷെ ഇനി കുറച്ചു കാലത്തേക്ക് കേരള ജനതയ്ക്ക് കാണാൻ കഴിഞ്ഞുവെന്നും വരില്ല. സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അദ്ദേഹം ഈ പ്രസ്താവന, അതായത് ഈ 2 വർഷത്തേക്ക് തനിക്ക് സിനിമയുണ്ട് എന്ന കാര്യം പറയുന്നത് ഇലക്ഷൻ റിസൾട്ട് വരുന്നതിനൊക്കെ വളരെ മുമ്പാണ്. അതായത് ഇക്കുറി സുരേഷ് ഗോപിക്ക് ലഭിക്കാനിരിക്കുന്നത് പരാജയമായിരുന്നെങ്കിൽ കൂടി അത് ഒരു തടസ്സമാവില്ലായിരുന്നു എന്ന് വേണം കരുതാൻ. എന്തൊക്കെയാണെങ്കിലും വിജയം അദ്ദേഹത്തെ തേടിയെത്തി എന്നതിനർത്ഥം തൃശ്ശൂർ ജനത അദ്ദേഹത്തിൽ വിശ്വാസം അർപ്പിക്കുന്നു എന്നതാണ്. മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതും അത് തന്നെയാണ്. ലൂർദ് മാതാവിന് നൽകിയ പൊൻകിരീടം പോലെ തൃശ്ശൂർ ജനതയെ താൻ തലയിലേറ്റുമെന്നും തന്നെ വിജയത്തിലെത്തിച്ചവരോടുള്ള നന്ദി പറയാൻ താൻ ആഗ്രഹിക്കുന്നില്ല, പകരം അത് ഈ 5 വർഷം കേരളത്തോട് എന്നിട്ട് തമിഴ്നാടിനോട് വരെ വിശ്വസ്തനായി നിലകൊണ്ട് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുമെന്നുമാണ് സുരേഷ് ഗോപി പറഞ്ഞത്. ഒപ്പം തന്നെ വളർത്തിയ സിനിമാ മേഖലയെ കൈവിടുക എന്നത് വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ ഉപേക്ഷിക്കാൻ പറയുന്നത് പോലെയാണുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇനി എന്ത് തന്നെയാണെങ്കിലും പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്നും സുരേഷ് ഗോപി പറയുകയുണ്ടായി. അങ്ങനെ വരുമ്പോൾ മുമ്പ് സൂചിപ്പിച്ച അഭിനയ മേഖല, ആ പറഞ്ഞ 2 വർഷത്തെ സിനിമകൾ, ഇവയെല്ലാം ഈ ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ എങ്ങനെ സാധ്യമാകുമെന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്.